ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സംസ്കരിച്ച് 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ അഴുകാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അപ്പോൾ അനേക ലക്ഷം പുഴുക്കളും കീടങ്ങളും ഉറുമ്പുകളുമൊക്കെ നിരനിരയായി എവിടെ നിന്നൊക്കെയോ എത്തിച്ചേരും. 3-ാം ദിവസം കുഴിച്ചു മൂടിയ മൃതദേഹത്തിൻ്റെ മൂക്കുകൾ ആദ്യം ചീഞ്ഞു തുടങ്ങും. 6-ാം ദിവസം നഖങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴും. 9-ാം ദിവസം മുടികൾ, പിന്നെ സകല രോമങ്ങളും കൊഴിഞ്ഞു വീണ് വയർ വീർത്തു തുടങ്ങും. 17-ാം ദിവസം വയറ് പൊട്ടി ഉൾഭാഗങ്ങളൊക്കെ പുറത്ത് ചാടും. അങ്ങനെ 60 ദിവസത്തിന് ശേഷം മാംസങ്ങളൊക്കെ ദ്രവിച്ച് അസ്ഥികൂടമായി മാറും. വർഷങ്ങൾ കൊണ്ട് അസ്ഥികളും മണ്ണിൽ അലിഞ്ഞു ചേരും. അങ്ങനെ ആ ഒരാൾ മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി മായ്ച്ചു കളയുന്നു. എത്ര ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും അഹങ്കാരവും ധീരതയും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും നേടിയതെല്ലാം ഭൂമിയുടെ മുകളിൽ ഉപേക്ഷിച്ച് ഭൂമിക്കടിയിൽ അലിഞ്ഞു ചേരേണ്ടവരാണ് നമ്മളൊക്കെ. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും പോരാ പോരാ എന്ന ആർത്തിയോടെ ജീവിതത്തിൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാതെ ജീവിക്കുന്നത്? നുണകൾ എത്ര തന്നെ മുടി വെച്ചാലും പ്രവൃത്തി സത്യത്തെ കാട്ടിക്കൊടുക്കും. നമ്മൾ മാന്യരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ, പക്ഷേ സ്വന്തം മനസാക്ഷിയെ പറ്റിക്കാൻ കഴിയില്ല. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ തിളങ്ങുന്ന മുഖം കൊണ്ടോ പളുപളുത്ത വസ്ത്രങ്ങൾ കൊണ്ടോ ഒരു പ്രയോജനവുമില്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ ഇല്ലെങ്കിലും ശുദ്ധമായ ഒരു ഹൃദയം മാത്രം മതി. തുറക്കട്ടെ മനസ്സുകൾ.